ഓ ദൈവമേ, അങ്ങയുടെ അനന്ത കാരുണ്യത്തിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. അങ്ങയുടെ അനന്ത കൃപയിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവ് ഏറ്റെടുക്കണമേ, അങ്ങ് അനുഗ്രഹിക്കണമേ. രണ്ട് കരങ്ങൾ യാചനാപുറം പിടിച്ച് ഈ ദിവ്യകാരുണ്യ ഈശോയിലേക്ക് നമ്മെ തന്നെ ദിനം പൂർണ്ണമായി സമർപ്പിച്ചു സ്തുതിച്ച് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ, ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങൾക്കുള്ളതും ഉള്ളായ്മയെല്ലാം ഞങ്ങൾ സമർപ്പിക്കുന്നു. ഏറ്റെടുക്കണമേ. പ്രഭാതം മുതൽ പ്രദോഷം വരെ ഉണ്ടായിരിക്കുന്ന ഇടങ്ങളെല്ലാം അനുഗ്രഹിക്കണമേ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് പാടി പൂർണ്ണ ഹൃദയത്തോട് ദൈവത്തെ ആരാധിച്ച് നമ്മുടെ കുടുംബത്തോടൊന്നു ചേർന്ന് ആരാധിച്ച് നമ്മുടെ എല്ലാ നിയോഗങ്ങളോടും പ്രാർത്ഥനകളോടും ചേർന്ന് നമ്മുടെ ജീവിതത്തിലെ ദുഃഖ നൊമ്പരങ്ങൾ ചേർത്ത് വെച്ച് നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളെ ചേർത്ത് വെച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്നെ കാണുന്നവൻ എൻ്റെ പിതാവിനെ കാണുമെന്ന് ഞങ്ങളെ പഠിപ്പിക്കുകയും പിതാവിൻ്റെ സ്നേഹം ഞങ്ങൾക്ക് വെളിപ്പെടുത്തുകയും ചെയ്ത പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായി സ്വർഗത്തെ ഭൂമിയിലേക്ക് ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് കൊണ്ടുവന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒരു നിമിഷം നമ്മെ തന്നെ നമുക്ക് ദൈവത്തിന് സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ജന്മം നൽകിയ അപ്പനെ ഓർത്ത് ഈ ദിനം നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് പിതൃദിനത്തിൻ്റെ ദിവസമാണ്. നമുക്കറിയാം, എല്ലാ അപ്പന്മാരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന ദിവസം. ജന്മം കൊണ്ടും ജീവിതം കൊണ്ടും സുകൃതം മാത്രം നൽകാൻ ജീവിതത്തിൽ ദൈവം നമുക്ക് മാറ്റിവെച്ച നമ്മുടെ പ്രിയപ്പെട്ട, നമുക്ക് ഈ ഭൂമിയിൽ ജന്മം നൽകി വളർത്തുന്ന ദൈവം നമുക്ക് നൽകിയ ഏറ്റവും ആദ്യത്തെ സൗഭാഗ്യമായ ആ സ്നേഹത്തെ ഈ സമയം നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. യേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്ന് പിതൃദിനത്തിൻ്റെ എല്ലാ മംഗളങ്ങളും എല്ലാ അപ്പച്ചന്മാർക്കും നേരുകയാണ്. ആത്മജ്വാല എന്ന ഈ ശുശ്രൂഷയിൽ ഏറ്റവും ഭക്തിപൂർവ്വം പങ്കെടുക്കുന്ന നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മൾ അപ്പന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ദിവസമാണ്. ബൈബിളിലും യേശുവിൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ യേശു എന്നും പറയുന്ന ഒരു കാര്യമുണ്ട്: എന്നെ കാണുന്നവൻ എൻ്റെ പിതാവിനെ കാണും. ഞാൻ എൻ്റെ അപ്പൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനാണ്. പിതാവിന് കൊടുക്കുന്ന സ്ഥാനം ഈശോയുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. പലപ്പോഴും ലോക ചരിത്രങ്ങളിൽ അമ്മമാരെക്കുറിച്ച് ലോകം പറഞ്ഞു വയ്ക്കുമ്പോഴും അവിടെ മറന്നു പോകുന്നൊരു ജീവിതമുണ്ട് ഒരു അപ്പൻ്റെ. യഥാർത്ഥത്തിൽ ജന്മം കൊടുക്കുന്നത് അമ്മയാണെങ്കിലും ലേബർ റൂമിൻ്റെ പുറത്ത് അമ്മയേക്കാൾ നൊന്ത് വേദനിക്കുന്ന ഒരു അപ്പൻ്റെ സങ്കടങ്ങളും വേദനകളും ആരും അറിയാതെ പോകുന്നുണ്ട്. അതുപോലെ ജോലിയുടെ ഭാരം കൊണ്ടും ജീവിതത്തിൻ്റെ വേവലാതികൾ കൊണ്ടും നമ്മൾ ആരും മറന്നു പോകുന്ന ഒരു അപ്പൻ്റെ മുഖം നമ്മുടെ മുന്നിൽ ഓർമ്മ വരേണ്ട ദിവസമാണിന്ന്. എന്നും അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം അപ്പനെ മനസ്സിൽ കണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. അമ്മയുടെ ഉള്ളിൽ ഒരു ബീജം കടന്നു ചെല്ലുമ്പോൾ ഞാനും നിങ്ങളും മനുഷ്യരൂപം പ്രാപിക്കുന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് തുല്യമായ പ്രാധാന്യം ലോകവും സഭയും ദൈവവചനവും ഈശോയും പ്രാധാന്യം കൊടുക്കുന്നുണ്ടെന്ന്
ഈ ദിനത്തിൽ നമ്മൾ ഓർക്കുക. അച്ഛൻ ബൈബിളിലെ ഒരു അപ്പൻ്റെയും മകൻ്റെയും കഥയുണ്ട്. അത് തോബിത്ത് തൻ്റെ മകനായ തോബിയാസിനെ പഠിപ്പിക്കുന്ന 32 ഉപദേശങ്ങളാണ്. തോബിയത്ത് തൻ്റെ മകനായ തോബിയാസിനോട് പറയുന്നുണ്ട്, അപ്പൻ മകനോട് പറയുക, അപ്പനൊരു ആഗ്രഹമുണ്ട്. പലപ്പോഴും പല അപ്പന്മാരും മക്കളോട് വലിയ ആഗ്രഹങ്ങൾ പറയാറില്ല. അമ്മമാരെ ആഗ്രഹങ്ങൾ പറയാറുണ്ടെങ്കിലും അപ്പൻ്റെ ആഗ്രഹങ്ങൾ നമ്മൾ ചോദിക്കാറുമില്ല. അപ്പൻ്റെ ആവശ്യങ്ങൾ എന്താണെന്ന് പോലും അറിയാറില്ല. കാരണം നമ്മുടെ ആവശ്യങ്ങൾ നടത്തി തരുന്നൊരു വ്യക്തി മാത്രമായിട്ട് പലപ്പോഴും കുടുംബത്തിൽ അപ്പൻ മാറിത്തീരാറുണ്ട്. എന്നാൽ തോബിയത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായം 1 മുതൽ 21 വരെയുള്ള അധ്യായങ്ങളിൽ തോബിയത്ത് തൻ്റെ മകനായ തോബിയാസിനോട് പറയുന്ന ആഗ്രഹങ്ങളുണ്ട്. അതിലെ ചില ആഗ്രഹങ്ങളൊന്ന് പറഞ്ഞു വയ്ക്കുകയാണ്. ഒരു അപ്പൻ്റെ മനസ്സിൻ്റെ വേദനകളും നൊമ്പരങ്ങളും ആ തിരുവചനങ്ങളുടെ ആഴങ്ങളിൽ പറയുന്നുണ്ട്. ഒന്നാമത് തോബിയത്ത് തൻ്റെ മകനായ തോബിയാസിനോട് പറയുന്നത്, മകനെ, ഞാൻ മരിക്കുമ്പോൾ എന്നെ സംസ്കരിക്കണം. നീ എന്നെ ബഹുമാനത്തോടെ, ഞാൻ ഈ ലോകത്ത് ജീവിച്ചപ്പോൾ ആർക്കും ഒരു ദുർമാർഗയായിട്ടില്ല. നീ അതുകൊണ്ട് നല്ല രീതിയിൽ അപ്പൻ്റെ മരണത്തെ കാണണം. ഈ കാലഘട്ടങ്ങളെല്ലാം ചില അപ്പന്മാരുടെ മരണത്തിൽ മക്കൾക്ക് പോലും പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. ചില അപ്പന്മാരുടെ മരണം ഇനി അവരുടെ ഓർമ്മകളിൽ മാത്രമായി മാറി. കൊറോണ വൈറസിൻ്റെ ഭീതിതമായ അവസ്ഥകളിൽ എവിടെയോ വിദേശ രാജ്യങ്ങളിൽ തേഞ്ഞു തീർന്ന ജീവിതങ്ങളായി, ഒരു ഓർമ്മ മാത്രമായി, കൈകളിലിരിക്കുന്ന ഫോട്ടോ ചിത്രങ്ങൾ മാത്രമായി. തോബിയാസ് പറയുന്നൊരു കാര്യമുണ്ട്, നീ എന്ത് ചെയ്യണം? നീ എന്നെ സംസ്കരിക്കണം. പിന്നീട് പറയുന്നൊരു കാര്യം, നിന്റെ അമ്മയുടെ കാര്യം ഒരിക്കലും നീ മറക്കരുത്. അപ്പൻ ഈ ലോകത്തുനിന്ന് പോയാലും അപ്പന് ഒരു കാര്യമുള്ളൂ, നിന്റെ അമ്മയെ നീ ബഹുമാനിച്ച് ജീവിക്കണം. ഈ കാലഘട്ടങ്ങളും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നൊരു കാര്യമാണ്. അപ്പനെ ഭയപ്പെട്ട് കിടക്കുന്ന മക്കൾ പലപ്പോഴും അപ്പൻ്റെ മരണശേഷം അമ്മയെ അതികഠിനമായി പീഡിപ്പിക്കുന്ന നൂറ്റാണ്ടുകളും കാലഘട്ടങ്ങളും നമ്മളോട് കടന്നു പോവുകയാണ്. അതുപോലെ പറയുന്ന മറ്റൊരു കാര്യമാണ്, ജീവിതകാലം മുഴുവൻ അമ്മയെ നീ ആദരിക്കണം. അപ്പനെ ആദരിക്കണം എന്നല്ല അപ്പൻ പറയണം, അമ്മയെ ആദരിക്കണം. പല അപ്പന്മാരും അങ്ങനെയാണ്. അമ്മയ്ക്ക് ബഹുമാനം കൊടുക്കാതിരിക്കുമ്പോൾ ചിലപ്പോൾ അപ്പൻ ചോദിക്കാറുണ്ട്. ചിലപ്പോൾ അപ്പന് ബഹുമാനം കിട്ടാതിരിക്കുമ്പോൾ ചിലപ്പോൾ ചില അമ്മമാർ ഒന്നും ചോദിക്കാതെ കടന്നു പോകാറുണ്ട്. സ്നേഹമുള്ളവരെ, പിന്നീടുള്ള വചനം 4:4 പറയുന്നത്, ഒരിക്കലും നീ അമ്മയെ വേദനിപ്പിക്കരുത്. 4:4 മറ്റൊരു വചനം പറയുന്നത്, നിന്റെ ഉദരത്തിൽ വഹിക്കുന്ന കാലത്ത് അമ്മ നിനക്ക് വേണ്ടി വളരെ അപകടകരമായ കാര്യങ്ങൾ നേരിട്ടിട്ടുണ്ട്. ഇതെല്ലാം അപ്പൻ പറഞ്ഞു കൊടുക്കുകയാണ് ഈ മകന്. പിന്നീട് ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ വായിക്കേണ്ട തിരുവചനമാണെന്ന് തോബിയത്തിൻ്റെ പുസ്തകത്തിലെ 4-ാം അധ്യായം 1 മുതൽ 21 വരെ. അതിൽ മറ്റു പല കാര്യങ്ങൾ പറയുന്നത്, തോബിയത്തിൻ്റെ 4-ാം അധ്യായം 12-ാം വാക്യം പറയുന്നത്, എല്ലാ തരവും അധർമ്മങ്ങളിൽ നിന്നും നിന്നെ തന്നെ നീ കാത്തുകൊള്ളണം. ലോകത്തിലുള്ള എല്ലാ പാപങ്ങളിൽ നിന്നും നിന്നെ നീ കാത്തുകൊള്ളണം എന്ന് അപ്പൻ ഉപദേശിക്കുക. പിന്നെ പറയുന്നുണ്ട്, അഹങ്കാരം, വിനാശവും അരാജകത്വം നിന്റെ ജീവിതത്തിൽ വരുത്തും. അതുകൊണ്ട് നീ അവസ്ഥയിലേക്ക് കടന്നു പോകരുത്. സ്നേഹമുള്ളവരെ, ആ 32 ഉപദേശങ്ങളിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. ഒരു അപ്പന് മകന് കൊടുക്കാനുള്ളത് ഉപദേശമാണ്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മുടെ അപ്പനമ്മമാര് അപ്പൻ നമ്മൾ ഉപദേശിക്കുമ്പോൾ നമ്മൾ അവരിൽ നിന്ന് അകലാൻ നോക്കും. അതുകൊണ്ട് ഇന്ന് അനേകം കുടുംബങ്ങളിൽ യൗവനങ്ങൾ, കുഞ്ഞുങ്ങൾ നശിച്ചു പോകുന്നതിന് കാരണം അതാ, അപ്പനെ അപ്പനായി അംഗീകരിക്കാത്തൊരു കാലഘട്ടമാണിത്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, അച്ഛൻ കടന്നു പോവുകയാണ് ഈ ദൈവവചനത്തിനാണ്. യേശു സ്വർഗത്തിലെ അപ്പനെ ബഹുമാനിച്ചിട്ടുണ്ട്. ഭൂമിയിൽ വളർത്തിയ വളർത്തുപിതാവായ ഔസപിതാവിനെ ഹൃദയം കൊണ്ട് സ്നേഹിച്ച യേശു അപ്പൻ്റെ പണിശാലയിലെ പണിക്കാരോടൊപ്പം ജോലി ചെയ്തിട്ടുള്ള വ്യക്തിയാണെന്ന് പഴയ നിയമങ്ങളിൽ ചേർക്കാത്ത ദൈവവചനങ്ങളുടെ ചില വചനഭാഗങ്ങളൊക്കെ ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. തൊഴിൽശാലയിൽ അപ്പനോടൊപ്പം സഹായിച്ചിട്ടുള്ളത്, സ്വർഗത്തിൻ്റെ അപ്പനും ഭൂമിയിൽ വളർത്തുപിതാവിനെയും ബഹുമാനിച്ചത്. അതുകൊണ്ട് ഈ തിരുനാൾ ദിനത്തിൽ നമ്മൾ ചിന്തിക്കണം, സ്വർഗത്തിലെ അപ്പനെയും അതുപോലെ എന്നെ ഭൂമിയിൽ വളർത്താൻ ഏൽപ്പിച്ച എൻ്റെ അപ്പനെയും ഞാൻ ബഹുമാനിക്കണം. അതുകൊണ്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന അമ്മച്ചിമാര്, അല്ലെങ്കിൽ മരണം വഴി വേർപെട്ടു പോയ അപ്പനെ ഓർത്ത് പ്രാർത്ഥിക്കേണ്ട ദിനമാണെന്ന്. അല്ലെങ്കിൽ ഇന്നും ജീവനോടിരിക്കുന്ന അപ്പന് ഒരു റോസാപ്പൂ കൊടുത്തോ, ഒരു വാട്സപ്പ് സ്റ്റാറ്റസ് ഇട്ടോ, ഫേസ്ബുക്കിൽ അപ്പനെ കുറിച്ച് നല്ല സെൻറ്റൻസുകൾ എഴുതി വെക്കേണ്ട ദിവസമല്ല. മറിച്ച് ജീവിതത്തിൻ്റെ മരണം വരെ എൻ്റെ അപ്പനെ ഞാൻ കാത്തുരുപാലിക്കുമെന്ന് തീരുമാനം എടുക്കേണ്ട ദിവസമാണ്. അല്ലെങ്കിൽ ഒരു ദിനത്തിൽ തീരുന്ന സ്നേഹം മാത്രമായിട്ട് തീരും. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, അപ്പനൊരു അനുഗ്രഹമാണ്. അപ്പൻ്റെ അനുഗ്രഹത്തെക്കുറിച്ച് ദൈവവചനം പറയുന്നുണ്ട്. പിതാവ് ആരാണെന്നും പിതാവിൻ്റെ അനുഗ്രഹം എന്താണെന്നും പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം വായിച്ചാൽ കൃത്യമായിട്ട് അറിയാം. ഞാൻ അതിലെ ചില വചനങ്ങൾ പറയാം. മക്കൾ പിതാവിനെ ബഹുമാനിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. പരിശുദ്ധ കുർബാന ജീവിക്കുന്ന യേശു
ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ കാര്യം നീ നിന്റെ അപ്പനെ ബഹുമാനിക്കണം എന്നുള്ള. അപ്പനോടുള്ള ബഹുമാനം വളരെ പ്രധാനപ്പെട്ടതാണ്. രണ്ടാമത് പറയുന്നത് പ്രഭാഷകൻ 3:3 പറയുന്നത്, പിതാവിനെ ബഹുമാനിക്കുന്നവൻ തൻ്റെ പാപങ്ങൾക്ക് പ്രാശ്ചിത്തം ചെയ്യുന്നു. ഞാൻ എൻ്റെ അപ്പനെ ബഹുമാനിക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തു പോയ പാപങ്ങൾക്ക് ഒരു പ്രാശ്ചിത്തമാണ്. ചിലപ്പോൾ അപ്പന് ഓർമ്മ തെറ്റിപ്പോയിട്ടുണ്ടാവാം, അപ്പന് വാശിയുണ്ടാവാം, എന്നാൽ അപ്പനെ ഞാൻ ബഹുമാനിക്കുക. അപ്പൻ്റെ കുറവുകളോടെ ഒരു കാലത്തെ എൻ്റെ കുറവുകൾക്ക് പരിഗണിച്ച അപ്പനെ ഞാൻ ഇന്ന് ബഹുമാനിക്കുക. സ്നേഹമുള്ളവരെ, അപ്പനെ ബഹുമാനിക്കുമ്പോൾ നീ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തു പോയ തെറ്റുകളെ നിന്നോട് ക്ഷമിച്ച നിൻ്റെ അപ്പൻ അതുപോലെ സ്വർഗത്തിലെ ദൈവം നിന്നോട് ക്ഷമിക്കും. പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം 5-ാം വാക്യം, പിതാവിനെ ബഹുമാനിക്കുന്നവനെ അവൻ്റെ മക്കൾ സന്തോഷിപ്പിക്കും. ഞാൻ എൻ്റെ അപ്പനെ ഈ കാലഘട്ടത്തിൽ ബഹുമാനിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ വിവാഹം കഴിച്ച് മക്കളുണ്ടാകുമ്പോൾ ആ മക്കളും നമ്മളെ ബഹുമാനിക്കും. ഒരിക്കൽ ഒരു അനാഥാലയത്തിൽ കടന്നു ചെന്നപ്പോൾ അവിടെ ഒരു അമ്മച്ചി, ഒരു കോടീശ്വരൻ്റെ അമ്മച്ചിയെ കണ്ടുമുട്ടാൻ ഇടവന്നു. ബാംഗ്ലൂർ ഞാൻ പഠിക്കുന്ന കാലഘട്ടത്തിൽ അവിടെ ചെന്ന സമയത്ത് അമ്മച്ചി ഒത്തിരി കണ്ണീരോട് പറഞ്ഞു, ഞാൻ എൻ്റെ മകനെ കഷ്ടപ്പാടിൻ്റെ കാലത്ത് വളർത്തിയതാണ്, എന്നാൽ അവൻ്റെ കുഞ്ഞുങ്ങൾക്ക്, അവൻ്റെ ഭാര്യയ്ക്ക് എൻ്റെ മണം പോരാ എന്ന് പറഞ്ഞ് ഞാൻ ഇന്ന് ഈ അനാഥാലയത്തിലാണ്. വർഷത്തിൽ ഒരിക്കൽ വരും, അകലെ നിന്ന് കണ്ടുപോകും. സ്നേഹമുള്ളവരെ, നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാം, ആ മകൻ തൻ്റെ അമ്മയെ എങ്ങനെ സ്നേഹിക്കുന്നുവെന്ന്, അപ്പനെ എങ്ങനെ സ്നേഹിക്കുന്നെന്ന് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ നാളെ ഒരു അനാഥാലയത്തിന് ചിലപ്പോൾ പടി പോലും ആ അപ്പന് കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് മനസ്സിലാക്കണം, എൻ്റെ മക്കളുടെ മുന്നിൽ ഞാൻ എൻ്റെ മാതാപിതാക്കളെ എങ്ങനെ, എൻ്റെ അപ്പനെ ഞാൻ എങ്ങനെ ബഹുമാനിക്കുന്നു, അത് തന്നെയാണ് ഒരു അപ്പന് കിട്ടാവുന്ന, ഒരു മകൻ നാളെ അപ്പനാകുമ്പോൾ കിട്ടാവുന്ന അനുഗ്രഹമെന്ന് ദൈവവചനം പഠിപ്പിക്കുക. പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം 6-ാം വാക്യം, പിതാവിനെ ബഹുമാനിക്കുന്നവൻ ദീർഘകാലം ജീവിക്കും. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരിക്കലൊരു അപ്പൻ എന്നോട് പങ്കുവച്ചിട്ടുണ്ട്, എൻ്റെ മകൾ തെറ്റായ പ്രേമബന്ധത്തിൽ വീണു എന്ന് എനിക്കറിയില്ലായിരുന്നു അച്ഛാ. ഒരിക്കൽ അവൾ ബസ് കയറി പോകാൻ നിൽക്കുമ്പോൾ അപ്പൻ പറഞ്ഞു, ഞാൻ എൻ്റെ വണ്ടിയുടെ പുറകിലിരുത്തി നിന്നെ കൊണ്ടുപോകാം. എന്നാൽ അപ്പനോട് പറഞ്ഞു, എൻ്റെ കൂട്ടുകാരുടെ വീട്ടിലേക്ക്, അപ്പന് കുറേ ജോലി തിരക്കില്ലെന്ന് പറഞ്ഞ് അവൾ ബസ്സിൽ കയറി അടുത്ത സ്റ്റോപ്പിലിറങ്ങി ഒരു കാമുകൻ്റെ ഒപ്പം ബൈക്കിൽ കടന്നു പോകുമ്പോൾ വഴിയോരത്ത് വെച്ച് ഒരു ബസ്സിൻ്റെ സൈഡ് തട്ടി വണ്ടിയുടെ അടിയിൽ പോയി മരിക്കുക. അപ്പം പറയുക, എൻ്റെ മനസ്സിൽ ആ സമയത്ത് ഇവളെ കൊണ്ടാക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ദീർഘകാലം ജീവിക്കേണ്ട മകൾ അപ്പനെ അനുസരിക്കാതെ, അപ്പൻ്റെ മകളായി ജനിച്ചിട്ടും, ഏക മകളായ ആ മകള് അപ്പനെല്ലാം നൽകിയിട്ടും അപ്പനെ അനുസരിക്കാതെ കടന്നുപോയപ്പോൾ അവൾ ദീർഘകാലം ജീവിക്കേണ്ടതാണ്. അതുകൊണ്ട് വചനം പറയണേ, പിതാവിനെ ബഹുമാനിക്കുന്നവൾ ദീർഘകാലം ഈ ലോകത്ത് ജീവിക്കും. പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം 8-ാം വാക്യം പറയുന്നുണ്ട്, പിതാവിൻ്റെ വാക്കിലും പ്രവൃത്തിയിലും ബഹുമാനിച്ച് അവൻ നിന്നെ അനുഗ്രഹിക്കും. നീ അപ്പൻ്റെ വാക്കിലും പ്രവൃത്തിയിൽ നിൽക്കുമ്പോൾ നിന്റെ അപ്പൻ്റെ ഒരു അനുഗ്രഹമുണ്ട്. നമുക്കറിയാം, പഴയ നിയമത്തിൽ ഏസാവ് ഒരു കടിഞ്ഞൂൽ പുത്രൻ അവകാശത്തിന് വേണ്ടി അപ്പൻ്റെ അനുഗ്രഹം കാത്തു നിൽക്കുന്ന ഒരു കുടുംബത്തിലെ മക്കൾ. ഇതുപോലെ അപ്പൻ്റെ അനുഗ്രഹം മാത്രം, അപ്പൻ്റെ ശാപവാക്കുകളോ അപ്പൻ്റെ വേദനകളോ നീ സ്വന്തമാക്കരുത്. അപ്പൻ്റെ അനുഗ്രഹം സ്വന്തമാക്കാനുള്ളവരെ നമ്മൾ. കാരണം അപ്പൻ്റെ അനുഗ്രഹത്തിന് സ്വർഗത്തിൻ്റെ അപ്പൻ്റെ അനുഗ്രഹമുണ്ട് മക്കളെ. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയണം, പിതാവിനെ ബഹുമാനിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹം എന്താണ്. പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം 11-ാം വാക്യം പറയുന്നുണ്ട്, പിതാവിനെ ബഹുമാനിക്കുന്നവന് മഹത്വം ആർജിക്കും. അപ്പനെ ബഹുമാനിച്ചിട്ടുള്ള എല്ലാവരും ഈ ലോകത്ത് അവർ മഹത്വം ആർജിച്ചിട്ടുണ്ട്. അവരുടെ ജീവിത കാര്യങ്ങളിൽ, അവരുടെ അധ്വാനങ്ങളിൽ അവർ വിജയിച്ചിട്ടുണ്ട്. ഒത്തിരി നല്ല കളിക്കാർ ഈ ലോകത്തുണ്ടായപ്പോൾ അവരുടെയൊക്കെ ജീവിതത്തിൻ്റെ പിന്നാമ്പുറങ്ങളിൽ അവർ പറയാറുണ്ട്, ഞങ്ങൾക്കൊരു നല്ല അപ്പനുണ്ടായിരുന്നു. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, മഹത്തായ വ്യക്തികൾ ഈ ലോകത്ത് കടന്നു പോകുമ്പോൾ അവരുടെയൊക്കെ ജീവിത കുറിപ്പിൽ അപ്പനൊരു സ്ഥാനം ഉണ്ടായിരുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ അപ്പന് ഒരു സ്ഥാനം ഉണ്ടാകണം. പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം 14-15 വാക്യങ്ങൾ പറയുന്നത്, പിതാവിനോട് കാണിക്കുന്ന കാരുണ്യം വിസ്മരിക്കപ്പെടുകയില്ല. നമ്മൾ നമ്മുടെ അപ്പനോട് കാണിക്കുന്ന കാരുണ്യം ഈ ലോകത്തോ ദൈവസന്നിധിയിലോ വിസ്മരിക്കപ്പെടുകയില്ല. പാപങ്ങളുടെ കടം വീട്ടുവാൻ അത് ഉപകരിക്കും. എൻ്റെയും നിങ്ങളുടെയും കഴിഞ്ഞ കാലഘട്ടത്തിലെ പാപങ്ങളുടെ കടം വീട്ടുവാൻ അത് ഉപകരിക്കും. കഷ്ടതയുടെ ദിനത്തിൽ അത് നിൻ്റെ ജീവിതത്തിൽ കാരുണ്യമായിട്ട് വരും. ഈ ജീവിതത്തിൻ്റെയൊക്കെ കഷ്ടതകളിൽ ഞാൻ എൻ്റെ അപ്പനോട് കാണിച്ച കാരുണ്യം എനിക്ക് തിരിച്ചു കിട്ടും. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഈ പിതൃദിനത്തിൻ്റെ ദിവസം നമുക്ക് നമ്മുടെ അപ്പനെ ഓർക്കാം. ചിലപ്പോൾ വേർപെട്ടു പോയിട്ടുണ്ടാകാം, ചിലപ്പോൾ നൊമ്പരങ്ങളിൽ, വീടിൻ്റെ ഏകാന്തതകളിൽ ആരും നോക്കാനില്ലാതെ വേദനിച്ച് കിടക്കുന്നുണ്ടാവാം. ആരോടും അവരുടെ വേദന പറയും, ഇഷ്ടപ്പെട്ട ഭക്ഷണം പോലും. സ്നേഹമുള്ളവരെ, ഒരു അമ്മ മരിച്ചാൽ പിന്നെ അപ്പൻ്റെ ജീവിതം ഒന്നുമില്ല. ചിലപ്പോൾ അപ്പം മരിച്ചാൽ അമ്മമാർ കൂടുതൽ ജീവിക്കും. അപ്പൻ എന്നത് ഒരു അമ്മയോട് ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്.
അതുകൊണ്ട് അപ്പൻ്റെ നൊമ്പരങ്ങളെ നമുക്കൊന്ന് ചേർത്ത് വയ്ക്കാം. അതുകൊണ്ട് നമുക്ക് കരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത് വെച്ച് നമ്മുടെ അപ്പനെ നമുക്ക് ഓർക്കാം. സ്വർഗത്തിലെ അപ്പൻ നമുക്ക് തന്ന ജീവിതത്തിൽ തന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. അമ്മ പെറ്റിട്ട ദിവസം ആദ്യമായിട്ട് എൻ്റെ അപ്പൻ്റെ കരങ്ങളിലാണ് എന്നെ കൊടുത്തത്. അന്നു മുതൽ എൻ്റെ ജീവിതം ഒരു അനുഗ്രഹമാണ്. അപ്പൻ എനിക്കൊരു അനുഗ്രഹമാണ്. ആ കരങ്ങളിൽ ഞാൻ സുരക്ഷിതനാണ്. അതുകൊണ്ട് ദൈവമേ, എൻ്റെ അപ്പനൊരു അനുഗ്രഹമാണ്. നമുക്ക് കരങ്ങളൊന്ന് ഹൃദയത്തോട് ചേർത്ത് വെച്ച് കണ്ണുകൾ അടയ്ക്കാം. നമുക്ക് നമ്മുടെ അപ്പനെ ഒന്ന് മനസ്സിൽ കാണാം. നമുക്ക് അപ്പനോട് ചെയ്ത നമ്മുടെ കുറവുകൾ, വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട്, ചിന്ത കൊണ്ട്, അപ്പൻ്റെ പ്രായാധിക്യത്തിൽ, അപ്പൻ്റെ തിടുക്കം പിടിച്ച ജീവിതത്തിൽ അപ്പൻ ചിലപ്പോൾ ദേഷ്യപ്പെട്ടിട്ടുണ്ടാവും, കുറ്റം പറഞ്ഞിട്ടുണ്ടാവും, കയ്യോങ്ങിയിട്ടുണ്ടാവും. നമുക്കെല്ലാം മാപ്പ് ചോദിച്ച് ഈശോയോട് മുന്നിൽ പ്രാർത്ഥിക്കാം. നമ്മുടെ അപ്പനെ ഒന്ന് മനസ്സിൽ കണ്ടൊന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ പ്രിയപ്പെട്ട അപ്പ, ഞാൻ അപ്പനെ വളരെയധികം വേദനിപ്പിച്ചിട്ടുണ്ട്. അപ്പനെ ഞാൻ പലപ്പോഴും അനുസരിച്ചില്ല. അപ്പൻ്റെ ഉപദേശത്തെ വിലപ്പെട്ടതായി എടുത്തില്ല. അപ്പൻ എനിക്ക് വേണ്ടി ആരംഭം മുതൽ അധ്വാനിക്കുകയും കഷ്ടപ്പാടുകളും കഠിനാധ്വാനം ചെയ്യുകയും ചെയ്തു. എന്നാൽ ഞാൻ അതിനെക്കുറിച്ച് ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല. അപ്പനിപ്പോൾ ക്ഷീണിച്ചു തളർന്ന് രോഗിയായും എന്നിൽ നിന്ന് വേർപെട്ടു പോയിട്ടുണ്ടാകാം. എന്നെ വളർത്താനും വലുതാക്കാനും എനിക്ക് വിദ്യാഭ്യാസം തരുവാനും എൻ്റെ ഭാവി ഭാസുരമാക്കുവാനും വേണ്ടി അപ്പൻ ജീവിതം തന്നെ ഒരു അധ്വാനശാലയിൽ, ഒരു തൊഴിലിടത്തിൽ ഒരു ബലിയായി തീർത്തവനാണ്. രാപ്പകലില്ലാതെ അധ്വാനിച്ച് എന്നെ വളർത്തി വലുതാക്കി ഇപ്പോഴും അപ്പൻ എൻ്റെ ഭാവിയെ പറ്റി ചിന്തിച്ച് വിഷമിക്കുകയാണ്. എൻ്റെ ഭാവി കൂടുതൽ മെച്ചപ്പെടുത്തുവാൻ ആഗ്രഹിച്ചുകൊണ്ട് എനിക്ക് താമസിക്കുവാൻ വീടും സ്ഥലവും ഒരു ജോലിയും ക്രമീകരിക്കുവാൻ അപ്പൻ തീവ്രമായി ആഗ്രഹിച്ചവനാണ്. എൻ്റെ കാര്യത്തിലാണ് ഇപ്പോഴും അപ്പൻ്റെ ശ്രദ്ധ മുഴുവൻ. എന്നാൽ അപ്പൻ്റെ ഈ സ്നേഹം ഞാൻ മനസ്സിലാക്കിയില്ല. എന്നോടുള്ള അപ്പൻ്റെ സ്നേഹത്തെ എൻ്റെ സഹോദരങ്ങളോടാണ് കൂടുതൽ അപ്പൻ സ്നേഹിക്കുന്നതെന്ന് പറഞ്ഞ് ഞാൻ അപ്പനെ വാക്കുകൊണ്ട് വേദനിപ്പിച്ചിട്ടുണ്ട്. ഞാൻ കൂടുതൽ നന്നാകുവാൻ വേണ്ടി അപ്പൻ എന്നെ വഴക്ക് പറഞ്ഞപ്പോഴും ചിലപ്പോഴൊക്കെ എന്നെ ശിക്ഷിച്ചപ്പോഴും ഞാൻ അപ്പനെ മനസ്സിലാക്കിയില്ല. പക്ഷേ എൻ്റെ വളർച്ചയെ മനസ്സിലാക്കി, എൻ്റെ വേദനകളെ മനസ്സിലാക്കി, എന്നെ ശിക്ഷിച്ചാലും എന്നെ സ്നേഹിക്കാനും എൻ്റെ അരികിലിരുന്ന് എന്നെ ആശ്വസിപ്പിക്കുവാനും അപ്പൻ മറന്നില്ല. പകരം ഞാൻ അപ്പനൊന്നും നൽകിയില്ല. എൻ്റെ ഹൃദയത്തിൽ അപ്പനോടുള്ള വെറുപ്പ് സ്വത്തുഭാഗം വെച്ചപ്പോൾ എനിക്ക് കുറവ് തന്നു എന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് മേടിച്ചു തന്ന വസ്ത്രങ്ങളുടെ കണക്ക് ഞാൻ കൂട്ടിയിട്ടില്ല. എനിക്കിഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ മേടിച്ചതിൻ്റെ കണക്ക് ഞാൻ കൂട്ടിവെച്ചില്ല. എന്നാൽ എവിടെയോ എന്തിൻ്റെയോ ചെറിയൊരു കുറവിൻ്റെ പേരിൽ ഞാൻ എന്നെ അപ്പനെ അകറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു. അപ്പനെ സ്നേഹിക്കാൻ എനിക്ക് സാധിച്ചില്ല. അപ്പനോടടുത്ത് സ്വതന്ത്രമായി പെരുമാറാൻ എനിക്ക് പറ്റിയില്ല. അതിനപ്പുറം അപ്പനിൽ കണ്ട ചില കുറവുകൾ, അമ്മയെ ചീത്ത പറഞ്ഞപ്പോഴും അമ്മയെ ഉപദ്രവിക്കുന്നത് കണ്ടപ്പോഴും അപ്പൻ്റെ മദ്യപാന ശീലവും പുകവലിയും നിർത്താത്ത ജീവിതത്തിൽ ഉത്തരവാദിത്തങ്ങൾ ഒഴിഞ്ഞു മാറുന്നത് കണ്ടപ്പോഴും ഞാൻ കൂടുതൽ അസ്വസ്ഥനായി അപ്പനെ വെറുത്തിട്ടുണ്ട്. ഞാൻ അപ്പനെ വെറുത്തപ്പോഴും അപ്പൻ എന്നിൽ നിന്ന് അകന്നില്ല. ദൈവമേ, എൻ്റെ അപ്പനെ അവിടുത്തെ തിരുസന്നിധി സമർപ്പിക്കുന്നു. നമുക്ക് രണ്ട് കരങ്ങളും ഈശോയുടെ മുന്നിൽ നമ്മുടെ അപ്പനെ സമർപ്പിക്കാം. നമ്മളെ കരങ്ങളിലെടുത്ത് അപ്പനെ നമ്മുടെ കരങ്ങളിലെടുത്ത് ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അപ്പൻ എനിക്കൊരു അനുഗ്രഹമാണ്. ഈശോയെ ഒന്ന് വിളിച്ച്, ഈശോയെ വിളിച്ച്, ഈശോ പറഞ്ഞില്ലേ, എന്നെ കാണുന്നവൻ്റെ പിതാവിനെ കാണും. അതുപോലെ ഞാനും എൻ്റെ അപ്പനെ ഈശോയുടെ മുന്നിൽ സമർപ്പിക്കും. രോഗിയായിരിക്കാം എൻ്റെ അപ്പൻ, വേദനിക്കുന്ന അപ്പനായിരിക്കാം, സങ്കടങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്ന അപ്പനായിരിക്കാം, കഷ്ടതകൾ ഈ കൊറോണ വൈറസിന്റെ കാലഘട്ടത്തിലും കഷ്ടത അനുഭവിക്കുന്ന, ജോലി നഷ്ടപ്പെട്ട് വേദന അനുഭവിക്കുന്ന എൻ്റെ അപ്പനെ, മരണം വഴി എന്നിൽ നിന്ന് വേർപെട്ടു പോയ എൻ്റെ അപ്പനെ, ഈശോയെ ഞാൻ ഈ ദിവ്യകാരുണ്യ സന്നിധി സമർപ്പിച്ച് എൻ്റെ അപ്പൻ ഒരു അനുഗ്രഹമാണെന്ന് ഞാൻ ഏറ്റുപറയുന്നു. ഈശോയെ, ഈശോയെ നമുക്കൊന്ന് ചേർന്ന് പാടാം. അപ്പനൊരനുഗ്രഹമാ
ഹൃദയത്തോട് ചേർത്ത് വെച്ച് അപ്പൻ്റെ ജീവിതത്തിൻ്റെ വേദനകൾ, സങ്കടങ്ങൾ എല്ലാം നീ സമർപ്പിച്ച്. ജനിപ്പിച്ചത് അമ്മയാണെങ്കിലും ജീവൻ നൽകി വളർത്തിയത് അപ്പനാണ്. അപ്പൻ്റെ വിയർപ്പിൻ്റെ മണമുണ്ട് ഞാൻ കഴിക്കുന്ന അന്നത്തിന്. അപ്പൻ്റെ വിയർപ്പിൻ്റെ മണമുണ്ട് എൻ്റെ ജോലിക്കും അധ്വാനത്തിനും എൻ്റെ ആരോഗ്യത്തിനും. ഞാൻ ധൈര്യമായിരിക്കുന്നത് അപ്പൻ്റെ ഹൃദയത്തിൽ ആത്മധൈര്യം ദൈവം അപ്പനിലൂടെ, അപ്പൻ്റെ ബീജത്തിലൂടെ എനിക്ക് പങ്കുവെച്ചു തന്ന. നമ്മൾ വലതുകരം ഈശോയുടെ മുന്നിൽ നിന്ന് ഉയർത്തിപ്പിടിച്ച് എൻ്റെ അപ്പൻ അനുഗ്രഹമാണെന്ന് നമ്മൾ ഏറ്റു പറയുക. നമുക്ക് ഏറ്റു പറഞ്ഞെന്ന് പാടാം. അപ്പനൊരനുഗ്രഹമാണേ, എന്നപ്പനൊരനുഗ്രഹമാണേ എന്ന് പാടി. അപ്പനൊരനുഗ്രഹമാണേ, എന്നപ്പനൊരനുഗ്രഹമാണേ. കരങ്ങൾ കൂപ്പി പിടിക്കാം. അപ്പനെ സ്നേഹിക്കാനുള്ള, അപ്പനെ സ്വന്തമാക്കാനുള്ളൊരു കൃപ നമുക്ക് വേണം. ഈശോയുടെ പിതാവിനെ സ്നേഹിച്ചതുപോലെ നമുക്കും നമ്മുടെ അപ്പനെ സ്നേഹിക്കാം. നമ്മളും നാളൊരു അപ്പനാകുമ്പോൾ മക്കളെ സ്നേഹിക്കാനുള്ള കൃപ, അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. നടക്കുവാൻ പഠിപ്പിക്കുന്നവനാണ് അപ്പൻ. കിടക്കുമ്പോൾ നിന്നെ കാത്തു സംരക്ഷിക്കുന്നവനാണ് അപ്പൻ. സുഭാഷിതങ്ങളുടെ പുസ്തകം 6 എല്ലാ വചനങ്ങളും പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയാണ്: ഉണരുമ്പോൾ നിന്നെ ഉപദേശിക്കുന്നവനാണ് നിന്റെ അപ്പൻ. പിതാവിൻ്റെ കൽപ്പന നിനക്ക് ദീപം പോലെയാണ്. ശിക്ഷണത്തിൽ ശാസ്ത്രയിലും വളർത്തുന്നതാണ് നിന്റെ അപ്പൻ. കരങ്ങളൊന്ന് കൂപ്പി അപ്പൻ്റെ ഒരു കൃപ നമുക്ക് വേണം. ഈശോയെ, അപ്പൻ്റെ കൃപ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒഴുകണം. കൃപ വേണം അപ്പ, കൃപ വേണം. ഈ ലോകത്തുള്ള സകല അപ്പന്മാരുടെ ഈ കൃപ, കുടുംബത്തിൻ്റെ കൃപ ഞങ്ങളുടെ ജീവിതത്തിൽ വേണമെന്ന് ആഗ്രഹിച്ച് നമുക്കൊന്ന് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ നിൻ മക്കൾക്ക്. എല്ലാവരും ചേർന്ന് പാടി. കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ നിൻ മക്കൾക്ക്. 2 കരങ്ങളും ദിവ്യകാരുണ്യ സന്നിധി വെച്ച് ഈ കൃപയോടെ ഈ പിതൃദിനത്തിൽ സകല അപ്പച്ചന്മാരെ സമർപ്പിക്കാം. കൊറോണ വന്ന് മരിച്ചു പോയവരുണ്ടാകാം, അവരെല്ലാം സ്വർഗഭാഗ്യത്തിലെത്തുവാൻ കർത്താവേ കൗദാശിക സ്വീകരണം ലഭിക്കും. രോഗികളായിട്ട് കിടക്കുന്നവര്, അനാഥാലയങ്ങളിൽ സ്വന്തം അപ്പനെ നോക്കാൻ പറ്റാത്ത വേദനകൾ അനുഭവിക്കുന്നു എല്ലാവരും ഓർത്ത്, 2 കരങ്ങൾ ഓർത്ത്, എല്ലാ അപ്പച്ചന്മാരെ ഓർത്ത്, ഈ ലോകം മുഴുവൻ ജന്മം നൽകി എല്ലാവരെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ നിന്റെ കൃപ നൽകണമേ. കർത്താവേ നിന്റെ വലിയ കൃപ നൽകണമേ. കർത്താവേ പിതാവിനെ സ്നേഹിക്കുവാൻ, അമ്മനെ സ്നേഹിക്കുവാനുള്ള വലിയ കൃപ നൽകണമേ. അവരുടെ കുറവുകൾ നോക്കാതെ കർത്താവെ അവരെ സ്നേഹം കാണുവാൻ, കർത്താവെ അവരെ സ്നേഹിക്കാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമേ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, പരിശുദ്ധ